ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കണ്ടോ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല വെജിറ്റബിൾ പുലാവാണ് കേട്ടോ. നമുക്ക് നല്ല ഈസി ആയിട്ട് വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നത് കൊണ്ട് മഷ്റൂം എടുത്തെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് ഒരു അരമുറി പൊട്ടറ്റോ, ഒരു അര ക്യാരറ്റ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, തക്കാളിക്ക. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സവാള എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഫ്രോസൺ ഉണ്ടെങ്കിൽ ഫ്രോസൺ എടുക്കുക. ഞാനിപ്പോൾ ഫ്രോസൺ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടും തീർന്നു പോയതുകൊണ്ട് ഗ്രീൻ പീസ് ഒന്ന് ഒരു 3-4 വിസിൽ ഒന്ന് വേവിച്ചിട്ട് അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സ്വീറ്റ് കോൺ കുറച്ചിരിപ്പുണ്ട്, അതും ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിലും നെയ്യും സമാസമം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് മാത്രം ഒഴിച്ചാലും മതി, ഓയിൽ മാത്രം ഒഴിച്ചാലും മതി. പക്ഷേ കുറച്ച് നെയ്യും കൂടി എടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഒരു ചോറിന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നതേ ഉള്ളൂ. സമാസമം തന്നെ എടുക്കണമെന്നൊന്നുമില്ല. എന്നാലും കുറച്ചൊരു നെയ്യുടെ ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ, അത്രേ ഉള്ളൂ. ചൂടായ സമയത്ത് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആ കാഷ്യൂനട്ട് നിങ്ങൾ സവാളയും ഇതിലങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഞാൻ കുറച്ച് എയർ ഫ്രയറിൽ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. നമ്മുടെ കാഷ്യൂ ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റാം. ഇത്ര മതി കേട്ടോ. ചൂടായി കിടക്കുന്ന എണ്ണയിൽ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 3-4 കുരുമുളക്, ഒരു ബേ ലീഫ്, ഇതത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് ഇത്ര മതി. ഇനിയിപ്പോൾ ഞാൻ ഇടുന്നത് ഒരു 7-10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ. നമ്മൾ എരിവ് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു എരിവിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അത്. അതായത് ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു സവാള, തീരെ കനം കുറച്ചിട്ടല്ല ഞാൻ അരിയേക്കുന്ന ഇത്, ആ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഈ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇത്രയും വെജിറ്റബിൾസ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ബ്രൊക്കോളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ബ്രൊക്കോളി ഉണ്ടായിരുന്നത് കൊണ്ട് ബ്രൊക്കോളി ഇട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു 1/4 കപ്പ് സ്വീറ്റ് കോണും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ വേവിച്ച് വെച്ചേക്കുന്ന ആ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാവേ. അതും 1/4 കപ്പ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാൻ പോകുന്നത് ഞാൻ മസാലപ്പൊടിയായിട്ട് പുലാവ് മസാല തന്നെയാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ പുലാവ് മസാല ഇല്ലെങ്കിൽ മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാലയും, ഞാൻ ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തൈര്, ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര്. ഒരുപാട് തൈരുണ്ട്. ഇത് പുളിപ്പ് കുറഞ്ഞ തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടത് കേട്ടോ. നിങ്ങൾ തൈര് ഇടണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പുളിപ്പ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുമ്പോൾ ഇത്രയും തൈര് ഇടത്തില്ല ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന 2 കപ്പ് അരി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം കേട്ടോ. ഏത് കപ്പായാലും കുഴപ്പമില്ല. നമ്മൾ ഏത് കപ്പിനാണെന്ന് എടുത്തെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ചൊരു 6-7 മിനിറ്റ് കേട്ടോ. അപ്പോൾ അതാ ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതാ നല്ല പരിപാടിയുണ്ട്. വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ആവിയിലൊന്നും ഇരിക്കട്ടെ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് നമുക്ക് ഈ ആവിയിൽ തന്നെ അങ്ങ് വെച്ചേക്കാം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും അതങ്ങ് പിടിച്ചോളും കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. വെള്ളം ഒട്ടുമില്ല, കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനി ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഇതിനെ അങ്ങ് അടച്ചങ്ങ് വെച്ച് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ